ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി ഒരു അച്ചാറാണ്. പാവക്കയും ക്യാരറ്റും വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്നൊരു റെസിപ്പി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു പാവക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 പച്ചമുളക്, ഇതേപോലെയുള്ള ഒരു കപ്പ് നിറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര വെളുത്തുള്ളി അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പാവക്കയും ക്യാരറ്റും ഒക്കെ ഒരേ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് പാവക്കയും ക്യാരറ്റും വെച്ചുള്ള അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാവക്കയും ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവക്ക അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. കടുക് ഉലുവയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉലുവ ഞാൻ അല്പം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മളിവിടെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ വെളുത്തുള്ളി ഇവിടെ പൊളന്നിട്ടൊന്നുമല്ല, മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ വഴറ്റുക. പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നല്ല എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് ഈ അച്ചാറിനുള്ളത്. അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി, പാവക്കയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പാവക്കയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നത് നല്ലതാണ്. ഇപ്പോൾ കേടുകൂടാതെ കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റും. ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. ഈ സമയം നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറൊക്കെ ആകുമ്പോൾ ഇത്തിരി ഉപ്പ് കൂടി നിൽക്കുന്നത് നല്ലതാണ്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇതിൻ്റെ വെള്ളം വറ്റിച്ച് കളയണമെന്നൊന്നുമില്ല. പാവയ്ക്ക് ഇച്ചിരി ക്രഞ്ചിനെസ് ഉള്ളത് നല്ലതാണ്. ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതല്ല കുറേ കാലം ഇത് കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ പാവയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കണം. പാവയ്ക്ക ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ ഒരു 3/4 സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉലുവയും കടുകും കൂടെ പൊടിച്ചതും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 കപ്പ് വിനീഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വിനീഗർ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ഉപ്പ് അല്പം കുറവാണ്, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല പാവക്കയ്ക്ക് നല്ല കയ്പ്പാണ്. ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്പം വിനീഗർ, ഒരു 2 സ്പൂൺ വിനീഗറും അല്പം ഉപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പാവക്ക ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡിയായി. ഇത്രയും മതി. ഞാൻ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോകുകയാണ്. തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. പാവക്കയും ക്യാരറ്റും കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അത് തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ഇത്തവണ ഓണത്തിന് കറികളുടെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്